Good afternoon, all. കഴിഞ്ഞ ക്ലാസ്സിൽ the previous class we discussed is the process account. What is the process account? How it different from the job costing. That is job for one job എങ്ങനെയാണ് ഡിഫറെൻ്റ് എന്ന് നോക്കി. ആൻഡ് ദെൻ ഫോർമാറ്റ് വെച്ചിട്ട് എന്ത് ചെയ്തു, നമ്മളൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്തു. അത് നോർമൽ പ്രോസസ് അക്കൗണ്ടാണ്, യാതൊരുവിധ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ലാത്തൊരു പ്രോസസ് അക്കൗണ്ടാണ്. അപ്പോൾ ആ ഫോർമാറ്റിൽ നിന്ന് നമ്മൾ സിമ്പിൾ പ്രോസസ് അക്കൗണ്ടിൽ നിന്ന് തന്നെ ഫോർമാറ്റ് പഠിച്ചിട്ടാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്തത്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, എല്ലാ എക്സ്പെൻസുകളും നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി. ആൻഡ് ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിച്ചു. പക്ഷേ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ ഒരു നോർമൽ ആയിരിക്കണമെന്നില്ല. ഇപ്പം നമ്മൾ പെട്രോളിയം തന്നെയാണ്, നമ്മളന്ന് ഉദാഹരണം പറഞ്ഞിരുന്നില്ല, എക്സാമ്പിൾ പറഞ്ഞിരുന്നത്. ആ പെട്രോളിയം ഉണ്ടാക്കി അത് നമ്മളൊരു സ്ഥലത്ത് നിന്ന് എടുത്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ ഇവാപ്പറേറ്റ് ചെയ്ത് ആവിയായിട്ട് കുറേ പോകും. പിന്നെ അതിൻ്റെ പാത്രത്തുമൊക്കെ പറ്റിപ്പിടിച്ച് കുറേ പോകും. അങ്ങനെ കുറേ ലോസസ് ഉണ്ടാകും, നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ദിസ് ലോസ്, ഹൗ ക്യാൻ വി calculate or adjust such a type of process loss in പ്രോസസ് അക്കൗണ്ട് എന്നുള്ളതാണ് നോക്കുക. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ ഈ പ്രോസസ് ലോസ് വന്നതാണ് നമ്മളുടെ പ്രോസസ് അക്കൗണ്ടിൽ പ്രധാനമായിട്ടും പരീക്ഷയ്ക്ക് കാണിക്കുക. അപ്പോൾ there are ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. പ്രോസസ് ലോസും ഉണ്ട്, സ്ക്രാപ്പും ഉണ്ട്. ദെൻ വേസ്റ്റേജ്. ലോസിൻ്റെ പ്രത്യേകത എന്താ? ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടമാണ്, നോർമൽ കണ്ടീഷനിൽ വരുന്ന നഷ്ടമാണ്. ഈ ലോസ് നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ട്. സ്ക്രാപ്പായിട്ടും കിട്ടും, ദെൻ വേസ്റ്റേജ് ആയിട്ട് കിട്ടും. സ്ക്രാപ്പിൻ്റെ പ്രത്യേകത എന്താ? സ്ക്രാപ്പ് നമ്മൾ തുരുമ്പ് വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കണു, ദാറ്റ് ഈസ് സ്ക്രാപ്പ്. വിറ്റാലും വില കിട്ടും, റീസെയിലബിൾ വാല്യൂ ഉള്ളതിനെയാണ് നമ്മൾ സ്ക്രാപ്പ് എന്ന് പറയുക. അതേസമയം വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ നോർമൽ ലോസസിനെ വെച്ചിട്ട് തുടങ്ങാം. ക്ലിയർ? ഓക്കെ, നോർമൽ ലോസ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. നോർമൽ ലോസ് മീൻസ് ദ ലോസ് വിച്ച് ഈസ് അൺഅവോയ്ഡബിൾ. അൺഅവോയ്ഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്കാനായിട്ട് പറ്റാത്ത ലോസിനെയാണ് നോർമൽ ലോസ് എന്ന് പറയുന്നത്. അതായത് ആ പ്രൊഡക്ഷൻ നമ്മൾ നടക്കണമെന്നുണ്ടെങ്കിൽ ലോസ് അവിടെ എന്തായാലും ഉണ്ടാകും. ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇപ്പോൾ മണ്ണെണ്ണ പകർത്തുന്നതാണെങ്കിൽ ആ പാത്രത്തിൽ ഇവാപ്പറേഷനോ അങ്ങനെ സംഭവിച്ചു പോകും. അതെല്ലാം നമ്മളൊരു മെറ്റീരിയൽ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ആ മെറ്റീരിയൽ ഇപ്പോൾ ഒരു ഫർണിച്ചർ മാനുഫാക്ചറിങ് ആണെങ്കിൽ ആ മരം ഒരു 1 ക്യൂബിക്കിൻ്റെ മരമാണെങ്കിൽ ആ 1 ക്യൂബിക്ക് തന്നെ ആ ഫർണിച്ചർ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഷേപ്പ് ചെയ്തൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അതേപോലെ പ്രോസസ്സിൽ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ലോസസിനെയാണ് നമ്മൾ നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയുക. നോർമൽ കണ്ടീഷൻ കൊണ്ട് ഉണ്ടാവുന്നതാണത്. അതവിടെ എന്തായാലും ഉണ്ടാകും. നോർമൽ കണ്ടീഷൻ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ലോസാണ് നോർമൽ ലോസ്. ഈ നോർമൽ ലോസ് നമുക്ക് എന്ത് ചെയ്യാം? പാസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ടോ പാസ്റ്റ് ഡാറ്റ കൊണ്ടോ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട്, മുൻകൂട്ടി കണക്കാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ഫർണിച്ചർ ഉണ്ടാക്കുമ്പോൾ 1 ക്യൂബിക് ഉള്ള മരം അല്ലെങ്കിൽ ആ ടിമ്പറിൻ്റെ കഷ്ണം ഒരു ചെയർ ആക്കുമ്പോൾ അത് 7 ക്യൂബിക്കായിട്ട് മാറുമെന്ന് നമുക്ക് ഓൾമോസ്റ്റ് അറിയാം. നമ്മൾ മുൻപ് ഉണ്ടാക്കിയത് അങ്ങനെയാണ്. അപ്പോൾ പാസ്റ്റ് എക്സ്പീരിയൻസോ പാസ്റ്റ് ഡാറ്റ കൊണ്ടോ നമുക്ക് എന്ത് ചെയ്യാം? നോർമൽ പ്രോസസ് ലോസ് അറിയാനായിട്ട്, മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. സോ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എന്താണോ നമ്മളുടെ ഇൻപുട്ട്, ആ ഇൻപുട്ടിൻ്റെ സർട്ടൈൻ പെർസെൻറ്റേജ് ആയിരിക്കും നമ്മൾ നോർമൽ പ്രോസസ് ലോസ് എന്ന് പറഞ്ഞ് കണക്കാക്കണേ. ചിലപ്പോൾ ഇൻപുട്ടിൻ്റെ ഒരു 5%, ഒരു 10% എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണോ നമ്മളുടെ ഇൻപുട്ട് അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക? നോർമൽ ലോസ് കണക്കാക്കുക. സോ നോർമൽ ലോസ് ഈസ് ദ ലോസ് വിച്ച് ഈസ് അൺഅവോയ്ഡബിൾ ഓൺ അക്കൗണ്ട് ഓഫ് ഇൻഹെറൻറ്റ് നേച്ചർ ഓർ നോർമൽ പ്രൊഡക്ഷൻ പ്രോസസ്. ഇറ്റ് ഈസ് normal loss is the loss which is unavoidable on account of normal process. It is arise under normal condition and can be calculated on the basis of past experience or past data, and it is usually calculated as a certain percentage of input. ഇത്രയും കാര്യങ്ങളാണ് നോർമൽ പ്രോസസ്സ് എന്ന് ചോദിക്കുമ്പോൾ എഴുതേണ്ടത്. ഇത് 1 മാർക്കിൻ്റെ ചോദിക്കാറുണ്ട്, 2 മാർക്കിൻ്റെ ചോദിക്കും. അതേസമയം ഒരു
5 മാർക്കിൻ്റെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടി ചോദിക്കും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെ നമ്മൾ അക്കൗണ്ടിൽ കാണിക്കണമെന്നാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു പാരഗ്രാഫിൽ അത് പ്രോസസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്താൽ മതി, പരീക്ഷയ്ക്ക് ഒരു പ്രോസസ് അക്കൗണ്ട് വരച്ച് ഇതേപോലെ വരച്ച് അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതി വെച്ചാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഇറ്റ് ഈസ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് നോർമൽ പ്രോസസ് ലോസ്. അപ്പോൾ എന്തെയുടെ യൂണിറ്റ് എമൗണ്ട് കോളം സാധാരണ പോലെ തന്നെ. പ്രോസസ് ലോസിന് അൺഅവോയ്ഡബിൾ ആണ്. ഇറ്റ് കനോട്ട് ബി ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ, അതിൻ്റെ എമൗണ്ട് നമുക്ക് തരില്ല. അപ്പോൾ പ്രോസസ് ലോസ് എന്ന് പറഞ്ഞാൽ എത്രയാണോ നശിക്കുന്നത് ആ 20 യൂണിറ്റ് നമ്മൾ എഴുതും, അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള എമൗണ്ട് നമ്മളവിടെ എഴുതില്ല. സോ നോർമൽ ലോസ് ഈസ് credited in the process account and is shown only in quantity unit column. It is not recorded in amount column because it is unsaleable and it has no value. നമുക്ക് വീണ്ടും വിൽക്കാൻ പറ്റില്ല, ലോസ് ആണ്, വിൽക്കാൻ പറ്റില്ല, അതിന് സെയിലബിൾ വാല്യൂ ഇല്ല. അപ്പം നോർമൽ പ്രോസസ് ലോസ്. അപ്പം നോർമൽ പ്രോസസ് ലോസ് ക്ലിയർ ആണല്ലോ. ഈ നോർമൽ അല്ലാത്ത പ്രോസസ് ലോസ് ഉണ്ടാവും. ഇപ്പം അവോയ്ഡബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോസസ് ലോസ് ഉണ്ടാവും. അതിനെ നമ്മൾ പറയും അബ്നോർമൽ പ്രോസസ് ലോസ്. അപ്പോൾ അബ്നോർമൽ എന്ന് പറയാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് വരുമ്പോൾ അതിൻ്റെ ബേസിലുണ്ടാകുന്ന ലോസിനെയാണ് നമ്മൾ നോർമൽ അല്ല അബ്നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയുക. അപ്പോൾ അബ്നോർമൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല, അൺഎക്സ്പെക്റ്റഡ് കണ്ടീഷനാണ്. ഇപ്പോൾ മെഷീൻ ബ്രേക്ക് ഡൗൺ ആയി, അപ്പം നന്നാക്കി തീരണ വരെ നമുക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് വന്നു, അല്ലെങ്കിൽ ആ എംപ്ലോയർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അതൊക്കെ എന്താണ്? അബ്നോർമൽ പ്രോസസ് ലോസ് ആണ്. സച്ച് അബ്നോർമൽ പ്രോസസ് ലോസ് ക്യാൻ ബി ക്രെഡിറ്റഡ് ഇൻ ദി പ്രോസസ് അക്കൗണ്ട്. അതും നമ്മൾ പ്രോസസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ തന്നെയാണ് കാണിക്കുക. അപ്പോൾ എന്താ അബ്നോർമൽ ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുക ഇറ്റ് ഈസ് ദ ലോസ് ഓവർ ആൻഡ് എബവ് നോർമൽ ലോസ്. നോർമൽ ലോസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ. ഇപ്പോൾ നോർമൽ ലോസ് എന്ന് പറഞ്ഞ് വരും, നമ്മൾ പെർസെൻറ്റേജ് ഒക്കെ കണ്ടത് ഒരു 100 യൂണിറ്റാണെന്ന് വിചാരിക്കും. പക്ഷേ ആക്ച്വലി നമുക്ക് 120 യൂണിറ്റ് നഷ്ടം വന്നു. അപ്പോൾ അവിടെ ആ 20 യൂണിറ്റ് എന്നുള്ളത് എന്തായിരിക്കും? അബ്നോർമൽ ലോസ് ആണ്. സോ ലോസ് ഓവർ ആൻഡ് എബവ് നോർമൽ ലോസിനെ പറയുന്ന പേരാണ് abnormal loss over and above normal loss. It is beyond a normal loss. നോർമൽ ലോസിനേക്കാളും കൂടുതലാണ് എക്സസ് ഓഫ് നോർമൽ ലോസിനേക്കാളും എക്സസ് ആണ്. അപ്പോൾ ഇത് 3 സെൻറ്റൻസും ഒരേ മീനിങ് ആണ് തരുന്നത്. പിന്നെ ഈ അബ്നോർമൽ ലോസിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് കൺട്രോളബിൾ. മെഷീൻ പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻ്റനൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ബ്രേക്ക് ഡൗൺ ഉണ്ടാവില്ല, അല്ലെ പിന്നെ ആക്സിഡൻ്റൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അബ്നോർമൽ ലോസിൽ പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് നോർമൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ട്. ഇവിടെ ഔട്ട്പുട്ട് പറയാൻ കാരണം എന്താണ്? നമ്മൾ ക്വാണ്ടിറ്റിയിലാണ് ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടെ പറയാം. Abnormal loss means loss over and above the normal loss. It is always beyond normal loss and it is the excess of normal loss. നോർമൽ ലോസിനേക്കാളും കൂടുതലാണെങ്കിൽ അതിനെയാണ് നമ്മൾ അബ്നോർമൽ ലോസ് എന്ന് പറയുക. ഇറ്റ് ഈസ് കൺട്രോളബിൾ. അബ്നോർമൽ ലോസ് എപ്പോഴും കൺട്രോളബിൾ ആണ്. അത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അബ്നോർമൽ ലോസ് ഏതാണ് കൺട്രോളബിൾ ആയിട്ടുള്ളത്? അബ്നോർമലാണ് കൺട്രോളബിൾ. നോർമൽ സാധാ വർക്കിംഗ് കണ്ടീഷനിൽ വരുന്നത് ദാറ്റ് ഈസ് നോട്ട് കൺട്രോളബിൾ. അപ്പം അതിൻ്റെ ഇക്വേഷൻ പഠിക്കുക നോർമൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ട്. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ചെയ്യാൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ച് ഓർത്ത് വച്ചേക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന കാര്യമാണ് സ്ക്രാപ്പ്. സ്ക്രാപ്പ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഇപ്പോൾ പഴയ സാധനങ്ങൾ വിൽക്കുമ്പോൾ തുരുമ്പ് വിൽക്കണതിനെയാണ് നമ്മൾ സ്ക്രാപ്പ് എന്ന് പറയുക. ഇറ്റ് ഹാസ് റിയലൈസബിൾ വാല്യൂ ഓർ ഇൻസിഡൻ്റൽ മെറ്റീരിയൽ റിസർച്ച്. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ബാക്കി വരാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഫർണിച്ചർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അതിൻ്റെ പ്രോസസ്സൊക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? വിറക് കഷ്ണങ്ങൾ ബാക്കി വരും ഇല്ലേ? ആ വിറക് നമുക്ക് വിൽക്കാനായിട്ട് പറ്റും. സോ ആ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അതിന് പൈസ കിട്ടും. സോ ദിസ് ഇസ് റിയലൈസബിൾ വാല്യൂ. ഇങ്ങനെ നോർമൽ ലോസ് തന്നെ റിയലൈസബിൾ വാല്യൂ ഉള്ളതിനെയാണ് നമ്മൾ സ്ക്രാപ്പ് എന്ന് പറയുക. അത് മെറ്റീരിയൽ റെസിഡ്യൂ, നമ്മളുടെ മെറ്റീരിയലിൻ്റെ ബാക്കി വരുന്നതാണ്. ഇറ്റ് ഈസ് സെയിലബിൾ ആൻഡ് വാല്യൂ ഉണ്ട്. ഇപ്പോൾ ഈ സ്ക്രാപ്പിൻ്റെ പ്രത്യേകത വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതിൻ്റെ എത്ര യൂണിറ്റാണ് സ്ക്രാപ്പ് ഉള്ളതെന്നും കാണിക്കണം, അതിൻ്റെ എമൗണ്ടും കൂടി നമ്മൾ കാണിച്ചിരിക്കണം. ക്ലിയർ? അപ്പോൾ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ അത് വിശദമായിട്ട് നിങ്ങളുടെ നോട്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്.
sometimes the normal loss has some realizable value. Such a loss is called a scrap. സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ ലോസാണ്. ചിലപ്പോൾ 10,000 രൂപ വിലയുണ്ടായിരുന്ന വസ്തു ആയിരിക്കും നമുക്ക് 5,000 രൂപയ്ക്ക് വിൽക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ ലോസാണ്. പക്ഷേ ആ ലോസിന് തന്നെ എന്ത് ചെയ്യും, റിയലൈസബിൾ വാല്യൂ ഉണ്ടാകും. ഇറ്റ് ഈസ് ദ ഇൻസിഡൻ്റൽ മെറ്റീരിയൽ റെസ്യൂജിയം. ഇത് ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്നതെന്ന് അർത്ഥമുള്ളൂ കേട്ടോ. ഇറ്റ് ഹാസ് വാല്യൂ ആൻഡ് സെയിലബിൾ. പ്രോസസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ യൂണിറ്റ് കോളം എഴുതണം, എമൗണ്ട് കോളം കാണിക്കണം. സ്ക്രാപ്പിൻ്റെ പ്രത്യേകത ഇത്രയും ക്ലിയർ ആണല്ലോ. ഇതെല്ലാം ഷോർട്ട് നോട്ടായിട്ട് പറഞ്ഞ് വരാറുണ്ട്, പ്രോബ്ലത്തിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എവിടെയൊക്കെ കാണിച്ചേക്കണമെന്നുള്ളത് നിങ്ങൾ നോട്ടിൽ അടയാളപ്പെടുത്തി വെക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അബ്നോർമൽ ഗെയിൻ. ഇപ്പോൾ ചില കേസിൽ ഇതേപോലെ തന്നെ അബ്നോർമൽ ലോസ്, നമ്മൾ നോർമൽ ലോസ് ഒരു 100 യൂണിറ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പെർസെൻറ്റേജ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് 80 യൂണിറ്റ് ലോസ് വന്നോളൂ എന്ന് വിചാരിക്കും. അപ്പോൾ ബാക്കിയുള്ള 20 യൂണിറ്റ് നമ്മളെ സംബന്ധിച്ച് എന്താണ്, അബ്നോർമൽ ഗെയിൻ ആണ്. ലോസിനെ പോലെ തന്നെ നമുക്ക് എന്തുണ്ടാവും, ഗെയിനും ഉണ്ടാകും. അതിന് നമുക്ക് പറയാം വെൻ ആക്ച്വൽ പ്രൊഡക്ഷൻ ഈസ് മോർ ദാൻ ദി നോർമൽ ഔട്ട്പുട്ട്. ആക്ച്വൽ പ്രൊഡക്ഷൻ നോർമൽ ഔട്ട്പുട്ടിനേക്കാളും കൂടുതലാണെങ്കിൽ, നോർമൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നോർമൽ ലോസ് കഴിച്ചിട്ട് നമ്മൾ കാണുന്നതാണ് നോർമൽ ഔട്ട്പുട്ട്. When actual production is more than the normal output, it is known as abnormal gain. It is also known as abnormal effective. Actual loss is less than normal loss ആണ് ഇപ്പോഴും ഇത് വരാം അബ്നോർമൽ ഗെയിൻ എന്ന് പറയാം. നമ്മുടെ ഇക്വേഷൻ, നേരത്തെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു, അബ്നോർമൽ ലോസ് നോർമൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഫിഗറാണ് കിട്ടണേന്ന് വിചാരിക്കും. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ അതെന്തായിരിക്കും, അബ്നോർമൽ ഗെയിൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലോസ് നമ്മളെവിടെ കാണിച്ച്, ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. ഗെയിൻ നമ്മളെവിടെ കാണിക്കും, ഡെബിറ്റ് സൈഡ്, പ്രോസസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്, നോർമൽ പ്രോസസ്സ് ലോസ് പഠിച്ചു. ഇറ്റ് ഈസ് അൺഅവോയ്ഡബിൾ ആണ്, നോർമൽ കണ്ടീഷനിലാണ് വരുന്നത്. എസ്റ്റിമേറ്റഡ് ഇൻ അഡ്വാൻസ് ഓൺ ദ ബേസിസ് ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് കാൽക്കുലേറ്റഡ് ഓൺ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ഇൻപുട്ട് ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി പ്രോസസ് അക്കൗണ്ട് ആൻഡ് ഓൺലി ക്വാണ്ടിറ്റി. ദെൻ അബ്നോർമൽ ലോസ് പഠിച്ചു. ഇറ്റ് ഈസ് അൺഅവോയ്ഡബിൾ ആണ്, കൺട്രോളബിൾ ആണ്, അൺഎക്സ്പെക്റ്റഡ് ആണ്, ബിയോണ്ട് നോർമൽ ലോസ് ആണ്. ക്രെഡിറ്റ് സൈഡിൽ തന്നെയാണ് ഇതും കാണിക്കുന്നത്. പിന്നെ ഈ ലോസ് വരുന്നത് വിത്ത് റിയലൈസബിൾ വാല്യൂ, റെസിജ്വൽ വാല്യൂ ഉള്ളത് കൊണ്ടാണെങ്കിൽ, റെസിജ്വൽ വാല്യൂ കൂടെ വിത്ത് റെസിജ്വൽ വാല്യൂ ഉള്ള ലോസ് ആണെങ്കിൽ അതിനെ നമ്മൾ സ്ക്രാപ്പ് എന്ന് പറയും. അത് നമ്മുടെ പ്രൊഡക്ഷനിൽ ഇൻസിഡൻ്റലായിട്ട് സംഭവിക്കുന്നതാണ്, മനഃപൂർവ്വമല്ല, അതെന്തായാലും വരും. അപ്പോൾ അത് സെയിലബിൾ ആണെങ്കിൽ അത് നമ്മൾ സ്ക്രാപ്പ് എന്ന് പറയും. ഇറ്റ് ഈസ് ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഇൻ യൂണിറ്റ്സ് കോളത്തിലും കാണിക്കും, എമൗണ്ട് കോളത്തിലും കാണിക്കും. ദെൻ അബ്നോർമൽ ഗെയിൻ വെൻ ദ ആക്ച്വൽ പ്രൊഡക്ഷൻ ഈസ് മോർ ദാൻ ദി നോർമൽ ഔട്ട്പുട്ട്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച നോർമൽ ലോസ് എന്ത് ചെയ്യാണ്, കുറവാണെങ്കിൽ, നോർമൽ ലോസ് ഈസ് ലെസ് ആക്ച്വൽ ലോസിനേക്കാൾ കുറവാണെങ്കിൽ അതിനെ നമ്മൾ അബ്നോർമൽ ഗെയിൻ എന്ന് പറയും. അത് പ്രോസസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഇപ്പോൾ ഈ ഡെബിറ്റ് സൈഡിൽ കാണിക്കും, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും എന്നൊക്കെ മിസ് പറഞ്ഞില്ലേ, അത് നമുക്ക് പ്രോബ്ലത്തിനായിട്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം പ്രോബ്ലം നമ്മൾ ടാലിയാക്കി വരുമ്പോൾ എവിടെയാണോ കുറവ് അവിടെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ എന്തായിരിക്കും, അബ്നോർമൽ ഗെയിൻ ആയിരിക്കും. ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ അത് ലോസ് ആയിരിക്കും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ബോക്സിലൊക്കെ ഇട്ട് ഇങ്ങനെ പഠിക്കണത് നമുക്ക് തിയറി ക്വസ്റ്റ്യൻ വരും ഇതിൻ്റെ. ആ തിയറി ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എഴുതിയേക്കണേ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ നോർമൽ ലോസ് ആൻഡ് അബ്നോർമൽ ലോസ്. നിങ്ങൾക്ക് തന്നെ പറയാവുന്നതുള്ളൂ. എന്തൊക്കെയാണ്, നോർമൽ ലോസ് അൺഅവോയ്ഡബിൾ ആണ്, അബ്നോർമൽ ലോസ് അവോയ്ഡബിൾ ആണ്. നോർമൽ ലോസ് റിക്കർ ചെയ്തുകൊണ്ടിരിക്കും, തുടർന്നുകൊണ്ടേയിരിക്കും. അത് പ്രൊഡക്ഷൻ എന്നൊക്കെ പ്രൊഡക്ഷൻ ഉണ്ടോ അപ്പോഴൊക്കെ തുടർന്നുകൊണ്ടിരിക്കും. അബ്നോർമൽ ലോസ് ആക്സിഡൻ്റൽ നേച്ചറാണ്, കൺട്രോളബിൾ ആണ്, ആക്സിഡൻ്റൽ നേച്ചറാണ്. പിന്നെ നോർമൽ ലോസ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം, പാസ്റ്റ് ഡാറ്റ ഉപയോഗിച്ചിട്ട്. അബ്നോർമൽ ലോസ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഇൻറ്റു എക്സ്പെക്റ്റഡ് പെർസെൻറ്റേജ് ഓഫ് നോർമൽ ലോസ് ആണ്. അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താ, നോർമൽ ലോസ് മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ സാധാരണ നമ്മളുടെ
നോർമലിൻ്റെ ഇക്വേഷൻ തന്നെ വെച്ച് കണ്ടിട്ട് നെഗറ്റീവാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അബ്നോർമലാണ്. നോർമൽ ലോസ് നമ്മൾ ഇൻഷുർ ചെയ്യാൻ പറ്റില്ല. അബ്നോർമൽ ലോസ് നമുക്ക് ഇൻഷുർ ചെയ്യാം, കാരണം ആക്സിഡൻറ്റ് ഉണ്ടായി ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസിയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമാണ്. അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് എ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും കൂടെ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾക്ക് 4 ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയാൽ മതി. അബ്നോർമൽ ലോസ്, അബ്നോർമൽ ഗെയിൻ, നോർമൽ ലോസ് ആൻഡ് നോർമൽ ഗെയിൻ. ഇത് ഈ അവർ കഴിയുമ്പോൾ തന്നെ ഒന്ന് എഴുതിയിട്ട് എന്താണെന്ന് നമ്മുടെ വീഡിയോയിലുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റും ഉണ്ടാവും, അത് കഴിയുമ്പോൾ PDF അയച്ചു തരാം. അപ്പോൾ അതിൽ നിന്ന് നോക്കിയിട്ട് എഴുതിയിട്ട് അയച്ചു തരാം കേട്ടോ.